നമ്മൾ ഈ ബയോഡൈജസ്റ്റിനെ കുറിച്ച് ഒരുപാട് സംശയങ്ങൾ ആൾക്കാർക്കുണ്ട്. പലരും വിളിച്ച് ചോദിക്കുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ടോയ്ലറ്റ് ക്ലീനർ ഉപയോഗിക്കുമ്പം ഇതിനകത്ത് ബാക്ടീരിയ ചത്തുപോകുമോ? ഇല്ല. കാരണം ഈ ടോയ്ലറ്റ് ക്ലീനർ എന്ന് പറയുന്നത് പല ടൈപ്പുണ്ട്. ഇത് പച്ച കളറുണ്ട്, നീല കളറുണ്ട്, ചുവപ്പ് കളറുണ്ട്, ചിലത് നിറമില്ലാത്തതുകൊണ്ട്. പക്ഷേ ഇതിനകത്തൊക്കെ ബേസിക് സാധനം ഉള്ളത് ഒരു സാധനം തന്നെയാണ്. നമ്മൾ വീടുകളിൽ ഉപയോഗിക്കുമ്പോൾ സാധാരണ ചിലപ്പോൾ ഒരു 10 മുതൽ 20 ml, അതെന്ന് പറഞ്ഞാൽ 20 എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് കൂടുതലാണ് ഒരു പ്രാവശ്യം കഴുകാനായിട്ട്. അത് ഉപയോഗിച്ച് വാഷ് ചെയ്ത് കഴിയുന്നത്, പിന്നെ ഫ്ലഷ് ചെയ്യുന്നത് 5 ലിറ്റർ വെള്ളത്തിലാണ് ഇത് ഫ്ലഷ് ചെയ്ത് അകത്തോട്ട് പോകുന്നത്. ഒരു പ്രാവശ്യം ഫ്ലഷ് ചെയ്യുന്നത് ഒരു ദിവസം നമ്മൾ ചിലപ്പോൾ ഒരു 4 പ്രാവശ്യമൊക്കെ ഫ്ലഷ് ചെയ്യും. ഒരു വീട്ടിൽ ഒരാളാണെങ്കിൽ, ഇത് 2 പേരാണെങ്കിൽ 8ആയി. എന്തുമാത്രം വെള്ളത്തിലാണ് ഇത് ഡൈല്യൂട്ട് ചെയ്ത് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇത്രയും ഡൈല്യൂട്ടഡ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ ഈ പറഞ്ഞ ബയോഡൈജസ്റ്റിൻ്റെ ഉള്ളിൽ ഈ ബാക്ടീരിയയുടെ പുറത്ത് ചെന്ന് വീണാലും അതിനൊന്നും പറ്റുന്നില്ല. പിന്നെ ഈ 1 ലിറ്ററൊന്നും ആരും തുറന്ന് അങ്ങനെ തന്നെ അതിനകത്തോട്ട് ഒഴിക്കില്ലല്ലോ. ഈ എല്ലാ ഡിഫൻസ് എസ്റ്റാബ്ലിഷ്മെൻറ്റ്സിലും ഉപയോഗിക്കുന്ന, റെയിൽവേസിൽ ഉപയോഗിക്കുന്ന, ഗവൺമെൻറ് ഓഫീസസിൽ ഉപയോഗിക്കുന്ന പ്രൂവൺ ആയിട്ടുള്ള ഒരു ടെക്നോളജിയാണ് ഇത്. ഇതിനകത്ത് ഒരു കോളനി ഓഫ് ബാക്ടീരിയയാണ്. ഈ പറഞ്ഞ ടോയ്ലറ്റ് ക്ലീനിങ് സൊല്യൂഷൻ ചെന്ന് വീണിട്ട്, അഥവാ കോൺസെൻട്രേറ്റഡ് ആയിട്ട് കുറച്ച് ചെന്ന് വീണിട്ട് വീഴുന്ന സ്ഥലത്ത് കുറച്ച് ബാക്ടീരിയ ഇപ്പോൾ ഇല്ലാതായിപ്പോയി അല്ലെങ്കിൽ ചത്തുപോയി എന്ന് വിചാരിക്കും. പക്ഷേ ഇത് മില്യൺസ് ഓഫ് ബാക്ടീരിയയാണ് അതിനകത്തുള്ളത്. ഇതിൻ്റെ റീജനറേറ്റിംഗ് കേപ്പബിലിറ്റി എന്ന് പറഞ്ഞാൽ ഭയങ്കര വലുതാണ്. കുറച്ച് ബാക്ടീരിയ ചത്തുപോയാൽ അതിൻ്റെ മൾട്ടിപ്പിൾ ടൈംസ് ആണ് അതിനകത്ത് റീജനറേറ്റ് ചെയ്യപ്പെടുന്നത്. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇസ്, ഇതൊരു പ്രൂവൺ ആയിട്ടുള്ള ടെക്നോളജിയാണ്. DRDO ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. കൺവെൻഷണൽ സെപ്റ്റിക് ടാങ്കിന് പകരം ഉള്ള ഏറ്റവും ഇഫക്റ്റീവായിട്ടുള്ള ഒരു സൊല്യൂഷനാണ് ബയോഡൈജസ്റ്റ്.